ജ്ഞാനിയാണ് ഏറ്റവും വിശിഷ്ടൻ എന്ന് പറഞ്ഞതിന് ശേഷം ഭഗവാൻ തുടർന്നു. അനേകം ജന്മങ്ങളുടെ അറുതിയിൽ ജ്ഞാനി എല്ലാം വാസുദേവൻ തന്നെ എന്ന് ബോധമുണ്ടായിട്ട് എന്നെ തന്നെ പ്രാപിക്കുന്നു. അത്തരം മഹാത്മാക്കൾ വളരെ ദുർലഭമാണ്. പല പല പ്രകൃതികളുടെ പ്രേരണയ്ക്ക് വശംവദരായി, പല പല കാമങ്ങളാൽ മറയ്ക്കപ്പെട്ട ജ്ഞാനത്തോട് കൂടിയവരായി, പല ഉപാസനാരീതികൾ അവലംബിച്ച് പലരും മറ്റു ദേവതകളെ പ്രാപിക്കുന്നു. ഭക്തൻ പൂജിക്കാൻ ആഗ്രഹിക്കുന്ന മൂർത്തിയിൽ തന്നെ ഞാൻ അവൻ്റെ ശ്രദ്ധയെ ദൃഢമാക്കുന്നു. ഞാൻ വിധിച്ചിട്ടുള്ള കാമങ്ങൾ അവൻ ആ ദേവതയിൽ നിന്ന് നേടുന്നു. ദേവന്മാരെ ആരാധിക്കുന്നവർ എന്നെയും പ്രാപിക്കുന്നു. എൻ്റെ നാശരാഹിത്യവും ശ്രേഷ്ഠതയും അതീതത്വവും അറിയാത്ത ബുദ്ധിശൂന്യന്മാർ എന്നെ വ്യക്തിയായി കാണുന്നു. മായ കാരണം ഞാൻ എല്ലാവർക്കും ദൃശ്യനല്ല. ലോകം മൗഢ്യം നിമിത്തം ഞാൻ ജനന മരണങ്ങൾ ഇല്ലാത്തവനാണ് എന്നറിയുന്നില്ല. ഞാൻ 3 കാലത്തിലുമുള്ള ജീവികളെ അറിയുന്നു. പരമാത്മാവിനെ ആരും അറിയുന്നില്ല. ആഗ്രഹവും വെറുപ്പും സുഖദുഃഖങ്ങളും ഉണ്ടാകുന്നു. സുഖവും ദുഃഖവും അനുഭൂതമാകുന്നത് തെറ്റായ അറിവുകൊണ്ടാണ്. അത്തരക്കാർ മൗഢ്യം പ്രാപിക്കുന്നു. ഈ മൗഢ്യത്തിൽ നിന്ന് തന്നെ മോചനം നേടിയവർ പരമാത്മാവിനെ പ്രാപിക്കുന്നു. അവർ ബ്രഹ്മത്തെയും ആത്മാവിനെയും കർമ്മത്തെയും അറിയുന്നു. ജീവികളുടെ നശ്വരതയും ബ്രഹ്മത്തിൻ്റെ അനശ്വരതയും നിഷ്കാമകർമ്മത്തിലൂടെയുള്ള പരസ്പര ആശ്രിതത്വവും അറിഞ്ഞവൻ മരണകാലത്ത് പോലും എന്നെ അറിയുന്നു. വീണ്ടും ഭഗവാൻ പറഞ്ഞു, ഈ ജഗത്തിൻ്റെ പിതാമഹനും മാതാവും പിതാവും ധാതാവും ഞാൻ തന്നെയാണ്. ഓങ്കാരവും വേദങ്ങളും വേദ്യവും ഞാൻ തന്നെ. മനുഷ്യന്റെ പ്രാപ്യസ്ഥാനം ഞാനാണ്. ഞാൻ എല്ലാം ഭരിക്കുന്നു, എല്ലാം അറിയുന്നു, എല്ലാം എന്നിൽ സ്ഥിതി ചെയ്യുന്നു. ഞാൻ പരമമായ ആശ്രയവും സർവഭൂത സുഹൃത്തുമാണ്. സൃഷ്ടിക്കുന്നതും സംഹരിക്കുന്നതും ഞാൻ തന്നെ. സർവപ്രപഞ്ചങ്ങളുടെയും അനശ്വരമായ ബീജവും ഞാനാണ്. എല്ലാ യജ്ഞങ്ങളുടെയും ഭോക്താവും പ്രഭുവും ഞാനാണ്.